എസ് രാജീവൻ, ഇതിലിപ്പോൾ കാണുന്നത് സമരസമിതി കാണുന്നത് എന്താണ്? ഒന്ന്, ഈ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. സാമ്പത്തികമായ പ്രത്യാഘാതങ്ങളുണ്ട്, പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളുണ്ട്, മാനുഷികമായ പ്രത്യാഘാതങ്ങളുണ്ട്. മാനുഷികമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകളെ കുടിയിറക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് നിലവിലുള്ള റെയിൽവേ ലൈനുമായി സിങ്ക് ആവുന്ന വിധത്തിൽ, നിലവിലെ റെയിൽ കണക്ടിവിറ്റിയുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു പുതിയ പാത ഉണ്ടാവുകയും DPR അതനുസരിച്ച് മാറുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഇത് ഈ ഇടതുപക്ഷം 2016 അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലത്ത് 3-4 പാതകൾ അതിവേഗ പാതകളായി പണിയാൻ പരിശ്രമിക്കുമെന്നാണ് 2016 പ്രകടന പത്രിക. അതിനുശേഷമാണ് ഇവർ വയഡക്റ്റ് വഴി മുകളിലൂടെ സിൽവർ ലൈൻ എന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നത്. മൊത്തം തൂണിന് മുകളിലൂടെ. അത് നിങ്ങൾക്ക് ചാനലുകാർക്ക് കയറി അതിൻ്റെ മോഡൽ കാണിച്ചിരുന്നതാണ്. പിന്നീടാണ് ജപ്പാനിലേക്ക് പോകുന്നതും ഈ സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവരുന്നതും. അതിൽ 530-ൽ 293 എംബാങ്ക്മെൻ്റ് അതെല്ലാം ചർച്ച ചെയ്തതാണ് ഒരുപാട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവരികയും അതിൽ തന്നെ 198 കിലോമീറ്റർ ദൂരം ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലം അലൈൻമെൻറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് ഞങ്ങൾ അനുവദിച്ചിട്ടില്ല, ഞങ്ങളോട് ആലോചിക്കാതെയാണ് ഈ 198 കിലോമീറ്റർ ദൂരം അലൈൻമെൻറ്റിൽ പെടുത്തിയത്. അപ്പോൾ അതിൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഇത് ജോയിൻറ്റ് വെഞ്ചറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 വർഷം മുമ്പ് പരിഗണനയിൽ വന്ന ഈ പദ്ധതിയുടെ അലൈൻമെൻറ്റിൽ 198 കിലോമീറ്റർ ദൂരം ഉൾപ്പെടുത്തിയത് കേന്ദ്രവുമായി ആലോചിക്കാതെ റെയിൽവേയുടെ അനുമതി ഇല്ലാതെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദുരൂഹതയില്ലേ? അതുപോലെ തന്നെ ഗേജ് മാറ്റം വേണമെങ്കിൽ അത് റെയിൽവേ ബോർഡ് തീരുമാനിക്കണം. റെയിൽവേ ബോർഡ് ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അങ്ങനൊരു അജണ്ട വന്നിട്ടില്ല ഗേജ് മാറ്റത്തിൻ്റെ. അപ്പോൾ ഇതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? ഇതിനകത്ത് ആകെപ്പാട് ദുരൂഹതയാണ്. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നൊരു സംഗതിയുണ്ട്, ഈ DPR മൊത്തത്തിൽ തട്ടിക്കൂട്ടിയതാണ്. ഇതിൻ്റെ സാമ്പത്തിക സംഗതികളും യാത്രക്കാരുടെ എണ്ണവും വരുമാനവും എല്ലാം തട്ടിക്കൂട്ടിയ ഒരു DPR ആണ്. അതുകൊണ്ടാണ് ഇത് തള്ളിക്കളയണമെന്ന് പറയും. അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയും പറയുന്നത്. ഇതിന് പോരായ്മകളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കണം. അതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ സിൽവർ ലൈനിൻ്റെ DPRൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലത്ത് 3-4 പാതകൾ പണിയണം. അതിനെവിടെങ്കിലും സ്ഥലം എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് നാട്ടുകാർ വിട്ടുകൊടുക്കും. കൊല്ലം പോലെയുള്ള വളവുകളുള്ളിടത്ത് മെട്രോയുടെ പോലെ മുകളിൽ കൂടെ ഇത് കടത്തിവിടാൻ പറ്റും. ഇങ്ങനെ വളഞ്ഞു പോകാതെ മെട്രോയുടെ സ്റ്റേഷൻ പോലെ മുകളിൽ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അങ്ങനെ 3-4 അതിവേഗ പാതകൾ ഉണ്ടാക്കി വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിൻ്റെ സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ യാത്രാ ദുരിതങ്ങൾ പരിഹരിക്കാൻ കഴിയും. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇവർ പറയുന്ന സിൽവർ ലൈനിൻ്റെ ചാർജ് ഇപ്പം നമുക്കറിയാം. നമ്മൾ ഡെയിലി ഡേ എക്സ്പ്രസ്സിലേക്ക് 200 രൂപ കൊടുത്താൽ തിരുവനന്തപുരം കാസർഗോഡ് യാത്ര ചെയ്യാൻ പറ്റും. ഇത് 2800 രൂപ കൊടുക്കണം ഒരു വഴിക്ക് യാത്ര ചെയ്യാൻ. ഈ ഡേ എക്സ്പ്രസ് ഇതും ചേർക്കാറിൽ 2800 രൂപ കൊടുക്കണം. എങ്ങനെ സാധാരണക്കാരന് 10 സ്റ്റേഷനേ ഉള്ളൂ. 10 സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ പറയുന്ന ഈ 79,900 പേര് വണ്ടിയിൽ കയറും? ഇന്ന് കേരളത്തിൽ 8 ട്രെയിനുകളാണ് കാസർഗോഡ് എക്സ്പ്രസ് ഫുൾ ഒക്യുപ്പൻസിയിലാണ് എല്ലാ ദിവസവും യാത്ര പോകുന്നത്. അവിടുത്തെ ഈ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 2300 രൂപ കൊടുക്കണം. ഈ പറഞ്ഞ ഇതേ ഡിസ്റ്റൻസിൽ പിന്നെ 1200-1300 രൂപയും ഒരാൾ പോലും കയറാതിരിക്കുന്നില്ലല്ലോ. അപ്പൊ കേരളത്തിൽ ആവശ്യക്കാരുണ്ട്. പക്ഷെ പ്രശ്നം ഈ പറഞ്ഞ പാരിസ്ഥിതികവും ധനപരവുമായ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളില്ലാത്തതൊരു പ്രശ്നമാവും തോന്നുന്നില്ല. ആളുണ്ട് കേരളത്തിൽ. ഇല്ല, അത് എത്രത്തോളം ഉണ്ട്? 2 വണ്ടിയാണ് ഓടുന്നത്. വെറും 2 വണ്ടിയാണ് ഓടുന്നത്. ഒരു 2 വണ്ടി കൂടി ഇട്ട് വന്ദേ ഭാരത് ഇട്ട് നോക്കൂ, ഈ തള്ളങ്ങ് തീരും. കാരണം ആ 2 വണ്ടിയിൽ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 8 വണ്ടികളാണ് ഇപ്പോൾ കാസർഗോഡ് തിരുവനന്തപുരം ഡയറക്റ്റ് ഓടുന്ന വണ്ടികൾ, വന്ദേ ഭാരത് ഉൾപ്പെടെ. അല്ലെങ്കിൽ 6 ഉള്ളൂ. മൊത്തം 25 വണ്ടികളാണ് കാസർഗോഡ് തിരുവനന്തപുരം ഈ വീക്കിലി എക്സ്പ്രസ് ഉൾപ്പെടെ. ഈ വണ്ടി ഓർത്തോണം, 20 മിനിറ്റ് ഇടപെട്ടെന്ന് പറയുമ്പോൾ 35ഓളം വണ്ടി ഒരു ദിവസം ഒരു വഴിക്ക് ഓടുമെന്നാണ് പറയുന്നത്.
ഇത്രയും തുക കൊടുത്ത് അത്രയും പേര് സഞ്ചരിക്കാൻ ഉണ്ടാകുമെന്ന് പറയുന്നത് മൊത്തം 80,000 പേര് ഒരു ദിവസം നിലവിലുള്ള വണ്ടികളിൽ യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് ഒരു പിന്നെ എന്താ പൊട്ടക്കണക്കല്ലേ? വന്ദേ ഭാരതിൽ തിരക്കാണ്, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഒരു 2 വണ്ടി ഇപ്പം അത് എത്ര കോച്ചുണ്ട്? 20 കോച്ചുള്ള 2 വണ്ടി ഇപ്പോൾ ഇതിന് പകരം വന്നു കഴിഞ്ഞാൽ, അതോടൊപ്പം 2 വണ്ടി കൂടെ ഓടിക്കഴിഞ്ഞാൽ ഈ ബഹളം അങ്ങ് തീരും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രാ ദുരിതം പരിഹരിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? റെയിൽവേ ചെയ്യേണ്ടുന്നത് നിലവിലുള്ള സംവിധാനം പരിഷ്കരിക്കണം. വളരെ വളരെ പ്രസക്തമാണ്.